ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. യശശരീരനായ സംഗീത സംവിധായകൻ MK അർജുനന്റെ സംഗീത ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണം തുടരുന്നു. ഹൃദയമുരുകിനി കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാ. തകരുമെൻ സങ്കൽപ്പത്തിൻ തന്ത്രികൾ മീട്ടി സരള മധുരമൊരു പാട്ടുപാടാം. ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാ. ഇല്ലായ്മകളുടെ ബാല്യകാലത്ത് സ്വദേശം വിട്ട് പളനിയിലെ ആശ്രമ ജീവിതത്തിലേക്ക് പറിച്ചു നടപ്പെട്ട അർജുനന് അവിടെ നിന്നും പഠിച്ചെടുത്ത സംഗീതം തുണയായി. ബാല്യത്തിൻ മലർവനം കാലം ചുട്ടരിച്ചപ്പോ ബാഷ്പത്താൽ എഴുതിയ കവി. തിരിച്ച് സ്വദേശമായ പള്ളുരുത്തിയിലെത്തിയ അദ്ദേഹം കൊച്ചിയിൽ നാടകരംഗത്ത് സജീവമായി. മികച്ച ഹാർമോണിസ്റ്റായി പുകഴ്പെറ്റ അദ്ദേഹം G. ദേവരാജന്റെ സംഗീത കൂട്ടായ്മയിൽ സഹായിയും ശിഷ്യനുമായി. 1968 കറുത്ത പൗർണമിയിലൂടെ ചലച്ചിത്രരംഗത്തെത്തിയ അദ്ദേഹം ആദ്യ ചിത്രത്തിൽ തന്നെ മികവ് തെളിയിച്ചു. കഥനം നിറയുമൊരു കഥ പറയാ. ആദ്യ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി പതിയെ പതിയെ അർജുനനെ തേടി അവസരങ്ങൾ എത്തിത്തുടങ്ങി. രണ്ടാമത്തെ പടം റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞു. അതിന് മുൻപ് തന്നെ ഒരു പടം ചെയ്തായിരുന്നു. MK അർജുനൻ പങ്കുവെച്ച ഓർമ്മകൾ തുടരുന്നു. ജിപ്സൺ എന്നും പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ. പിന്നീട് അത് 2-3-4 വർഷത്തിന് ശേഷം 4 വർഷത്തിന് ശേഷം പേര് മാറ്റി എന്തൊരു പടം വന്നായിരുന്നു. അതിനുശേഷമാണ് ഈ റെസ്റ്റ് ഹൗസ് വരുന്നത്. ആ ചിത്രത്തിലെ ഗാനങ്ങളും അവിശ്വസനീയമാം വിധം മികവ് നിലനിർത്തി. റെസ്റ്റ് ഹൗസ് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ KP കൊട്ടാരക്കര ശ്രീകുമാരൻ തമ്മിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നമുക്ക് അടുത്ത പടത്തിന് ഒരു സംഗീത സംവിധാനം വേണം. ദേവരാം മാഷുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എന്തോ മൂപ്പിലൊക്കെ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് അതിന് പകരം ഒരു പയ്യനെ വേണം. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ കറുത്ത പൗർണ്ണെന്നും പറഞ്ഞൊരു പടം വന്നായിരുന്നു, ഭാസ്കരൻ മാഷ് എഴുതി. ആ പാട്ടുകൾ ഞാൻ കേട്ടായിരുന്നു, കൊള്ളാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പയ്യനെ വിളിക്കാന്ന് ചോദിച്ചു. അഡ്രസ്സൊക്കെ തപ്പി വിളിക്കാന്ന് പറഞ്ഞു. ആരാണോ ഇവിടെ ഒരു ഫോൺ നമ്പർ കൊടുത്ത്, എൻ്റെ വീട്ടിലില്ല നമ്പർ, വേറൊരു വീട്ടിൽ, അവിടെ വിളിച്ച് ഫോൺ നമ്പർ വിളിച്ച് ഞാൻ അവിടെ ചെന്നു. ഇതുപോലെ കമ്പോസിങ് ഡേറ്റ് ഒക്കെ നിശ്ചയിച്ച് അവിടെ വീട്ടിൽ തന്നെയാണ് അന്ന് കമ്പോസിങ് കൊട്ടാരക്കാരുടെ. ആദ്യം തന്ന പാട്ട് പൗർണമി ചന്ദ്രിയാണ്. ആ ഒരു പാട്ട് കമ്പോസിങ് കഴിഞ്ഞപ്പോൾ ഇവര് പരസ്പരം നോക്കുന്നുണ്ട്, ഒന്നും പറയുന്നില്ല. KP കൊട്ടാര സമ്മതം മൂളിയിട്ടില്ല. ഈ തമ്പി സാറിന് ധൈര്യമായിട്ടൊക്കെ തന്നെ ഇരിക്കുകയാണ്. ഉടനെ തന്നെ കുറെ കഴിഞ്ഞ് അകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് എന്തായാലും ഇങ്ങനെ തന്നെ അടുത്ത പടം 2-3 പടം നോക്കി കൊടുക്കുക, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പൗർണമി ചന്ദ്രിക തൊട്ട് വിളിച്ച്. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. പിന്നെ യദുകുലരതി ദേവനവിടെ അനുരാഗ നവരംഗ ഗംഗയിൽ നീന്താതിരിക്കുമോ കണ്ണൻ, നീന്താതിരിക്കുമോ കണ്ണൻ. യദുകുലരതി ദേവനിവിടെ രാധേ, യദുകുലരതി ദേവനിവിടെ. അതിനും തമ്പി സാർ തന്നെയാണ് ഇതിന് മുൻകൈ എടുത്തത് നമ്മൾക്ക് തരാൻ വേണ്ടി. എന്തായാലും ആ പാട്ടുകളൊക്കെ നന്നായി. അങ്ങനെയാണ് തമ്പി സാറും ഞാനും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത്. മുത്തിലും മുത്തായ മണിമുത്തു കിട്ടി
കിട്ടി. മുത്തിലും മുത്തായ മണിമുത്തു കിട്ടി, മുത്തം തരാനൊരു മരതകം കിട്ടി. ചിത്രമനോഹര സ്വപ്നങ്ങളെന്റെ ചിത്തത്തിലെഴുതുവാൻ ഭാവന കിട്ടി. മുത്തിലും മുത്തായ. ജി ദേവരാജനാണ് അർജുനനു വേണ്ടി സംഗീതം ചിട്ടപ്പെടുത്തി കൊടുക്കുന്നത് എന്ന അപഖ്യാതി MK അർജുനൻ തന്നെ മാറ്റിയെഴുതിയ കഥ ഇങ്ങനെ. ഈ എന്നെക്കുറിച്ച് ഞാനും ചെയ്യുന്ന പാട്ടുകളെല്ലാം ദേവരമാഷാണ് എന്നൊരു പരാതി ഉണ്ടായിരുന്നു. കാരണം ഞാൻ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നേരെ ഹോട്ടലിലേക്ക് പോകുമ്പോഴത്തേക്കും ഹോട്ടലിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ദേവരമാഷ കണ്ടേച്ചേ പോകുള്ളൂ. കാരണം നമുക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകരുത് തമ്മിൽ. കറുത്തവർണ്ണമിക്ക് തന്നെ ഒത്തിരി കാര്യങ്ങൾ സ്റ്റുഡിയോയായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ലല്ലേ. നമ്മൾ മദ്രാസ് കണ്ടിട്ടില്ല, സ്റ്റുഡിയോ കണ്ടിട്ടില്ല, ഒന്നുമില്ല. നല്ല സഹായം ഉണ്ടാകും. അന്ന് അതുമുതൽ ഞാൻ എപ്പോൾ വന്നാലും വരുമ്പോഴും അവിടെ പോകും. ജോലി കഴിഞ്ഞ് പോകുമ്പോൾ യാത്ര ചോദിക്കും. അപ്പോൾ ഇവർ പറയുന്നത് അത് എന്തോ ഉണ്ട്, അയാളെ വന്ന ഉടനെ ദേവരാമാഷത്തേക്ക് പോകണം. അത് കഴിച്ച് തിരിച്ചു വരുമ്പോഴും അവിടെ പോകും. അപ്പം ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത് പാട്ടുകളൊക്കെ ദേവരാമാഷൻ ഉണ്ടാകും, പേര് ശിഷ്യൻ്റെ പേര്, അങ്ങനെയാണെന്നാണ് ഞാൻ. അപ്പം ഈ പ്രൊഡ്യൂസറിന് മാനസിക ബുദ്ധിമുട്ടായി. ഇതെന്തിനാണ്? അതും തമ്പി തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ നമ്മളെ കാര്യം. അപ്പോൾ തമ്പി പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, അയാൾ ചെയ്ത പാട്ട് റെസ്റ്റ് ഹൗസിലെ പാട്ടുകളൊക്കെ കൊണ്ടിട്ട് കേൾപ്പിച്ചു കൊടുത്തു. പാടാത്ത വീണ ഏതുപോലെ ഇതൊക്കെ പാടി കൂടുതൽ റെക്കോർഡ് ഇട്ട് കേൾപ്പിച്ച് എനിക്ക് ടെലഗ്രാം തരികയും ചെയ്തു. ഞാനിവിടുന്ന് പുറപ്പെടുകയാണ്. റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോൾ പ്രൊഡക്ഷൻ മാനേജറുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിച്ചു ഇത് എവിടെ താമസ സൗകര്യം ഹോട്ടലിലൊന്നും ഇല്ല. ദീപക് കമ്പനീസിന്റെ ഓഫീസുണ്ട്, അവിടെയാണ് കമ്പോസിന് വെച്ചിരിക്കുന്നത്. താമസം അവിടെ തന്നെ. നമുക്ക് അറിഞ്ഞുകൂടാ എന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ അവിടെ ചെന്ന് ഉടനെ കവിത എഴുതുന്ന ആള്, ഡയറക്ടർ എല്ലാവരും വന്ന്, പ്രൊഡ്യൂസർ വന്ന് കഥ വായിച്ച് പാട്ടിന്റെ സിറ്റുവേഷൻ പറഞ്ഞു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിഞ്ഞു. ഒരു പാട്ട് കമ്പോസിങ് കഴിഞ്ഞ് കേൾപ്പിക്കാൻ വേണ്ടി ഒരു ദിവസം വരാൻ പറഞ്ഞ് വന്നപ്പോൾ വേറൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, സത്യം എന്ന് പറയുന്നത്. ആള് തെലുങ്കിലാണ്. അദ്ദേഹം ഉണ്ട്. എനിക്ക് തന്ന പാട്ട് ഇതാണ് നമ്മുടെ പ്രിയതമേ പ്രഭാതമേ. ഇത് പല്ലവി അനുപല്ലവി ശരണമൊക്കെ പാടി കേൾപ്പിച്ചപ്പോൾ പറഞ്ഞു. പ്രൊഡ്യൂസറും കഥാകൃത്തും പിന്നെ നമ്മുടെ തമ്പി സാറൊന്നും പറയുന്നില്ല. ഈ സത്യം എന്ന് പറഞ്ഞാൽ തെലുങ്ക് മ്യൂസിക് ഡയറക്ടറാണ് പറഞ്ഞത്. സിറ്റുവേഷൻ എന്നപ്പാ. അപ്പം ഞാൻ പറഞ്ഞു இந்த மாதிரி சிச்சுவேஷன் சொல்லியிருக்கிறாங்க, அந்த சிச்சுவேஷனுக்கு தான் இந்த பாட்டு கம்போஸ் பண்ணுது. அப்போ ஒன்றும் பண்ணுங்க நீங்கள். பல்லவி ஓகே, பல்லவி எங்களுக்கு ஓகே, அது ஒரு பல்லவி நல்ல பல்லவி. അനുപല്ലവി ശരണം വന്ന് നിങ്ങൾ രാഗമാലയെ பண்ணணும், വേറെ രാഗമാ പാടണം. എന്നിട്ട് ഇവര് അവിടെ തന്നെ ഇരുന്ന് എന്തോ ഭാഗ്യത്തിന് ഞാൻ ഒരു 1/4 മണിക്കൂർ കൊണ്ട് മനസ്സിൽ അവനൊക്കെ തിട്ടപ്പെടുത്തി അനുപല്ലവി ശരണം പാടി കേൾപ്പിച്ച്. അപ്പോഴും സത്യം എന്ന് പറഞ്ഞ ആളാ പറഞ്ഞത് ഓക്കെ എന്ന്. മറ്റേ എന്താണ് അതിൻ്റെ ഗുണമെന്ന് നമുക്കറിയില്ല. എത്ര കൊതിച്ചു നിൻ ശീതള പല്ലവ തൽപ്പത്തിലെന്നെ മറന്നുറങ്ങാൻ, മഞ്ഞളച്ചാർത്തിൽ നീരാടാൻ, മന്ദപവനിൽ ചാഞ്ചാടാൻ. ശൃംഗാരഭാവത്തിൻ സിന്ദൂരമേഘങ്ങൾ നിൻ കവിൾ ഛായയിൽ നീന്തിടുമ്പോൾ, ശൃംഗാരഭാവത്തിൻ സിന്ദൂരമേഘങ്ങൾ നിൻ കവിൾ ഛായയിൽ നീന്തിടുമ്പോൾ, ആരാധനയുടെ താമരമലരായി ആനവരശ്മിയിലലിയുന്നു ഞാൻ, മന്ദഹാസമായി വിടരുന്നു ഞാൻ, മണ്ണിനെ വിണ്ണാക്കി മാറ്റുന്നു ഞാൻ. പ്രിയതമേ പ്രഭാതമേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലെ പാട്ടുകൾ പിന്നെ പിറ്റേ ദിവസം പോലും കമ്പോസിങ് പ്രൊഡ്യൂസറിന്റെ വീട്ടിൽ വെച്ച് അവിടെ വെച്ചാണ് ചന്ദ്രരശ്മി ഒക്കെ ഉണ്ടാക്കിയത്. സുന്ദരിയാമൊരു മാൻപേട
പിന്നെ അതിനുശേഷമാണ് അന്വേഷണം, ദുഃഖമേദിനൊക്കെ പോലെ കാലം. അപ്പോഴവർക്ക് മനസ്സിലായി ഇത് ദേവരാം മാഷല്ല, ഇത് അർജുനൻ തന്നെയാണ്. കാരണം എനിക്ക് ഹോട്ടലിൽ റൂം തരാഞ്ഞതിൻ്റെ കാരണം തന്നെ ഇതാണ്. ഇയാൾ പുറത്ത് പോയി ദേവരാം മാഷത്ത് പോകണ്ട, വല്ലതും ചോദിക്കാൻ പോകണ്ട, അറിയാൻ പോകണ്ട എന്നൊക്കെ അറിയാൻ വേണ്ടി പുറത്തു വിടാതെ ഒരു ചെറിയ എന്ന് പറഞ്ഞാൽ ഒരു ജയില് എന്ന് വേണേൽ പറയാം. ഫോൺ സൗകര്യമില്ല, അത് തെളിഞ്ഞ്. അതിന് മുൻകൈ എങ്ങനെ ഇത് ഞാനല്ല എന്ന് പറഞ്ഞത് ആരാണ് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ആളെയൊക്കെ നമുക്ക് അവർ പറഞ്ഞു തന്നെങ്കിലും നമ്മളത് പറയുന്നില്ല. അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം അങ്ങനെ ഓരോ നിമിത്തങ്ങളുണ്ടാവും. എല്ലാം നല്ലതിനാണ്. വരുമ്പോൾ ഒരു എവിടെന്തെങ്കിലുമൊക്കെ ഒരു കുത്തുണ്ടാകണമല്ലോ. പക്ഷെ നമുക്ക് ദോഷം ചെയ്തില്ല, കുത്തുകളൊന്നും ഉണ്ടായിട്ട്. പ്രപഞ്ച ശില്പിയുടെ വെറുമൊരു പഞ്ചലോക പ്രതിമയല്ല നീ. പിന്നീട് അങ്ങോട്ട് സംഗീത സംവിധായകൻ എന്ന നിലയിൽ പ്രശസ്തിയുടെയും ജനപ്രിയതയുടെയും ഉന്നതികളിലേക്ക് കുതിക്കുന്ന MK അർജുനനെയാണ് മലയാള ചലച്ചിത്ര രംഗം വീർപ്പടക്കി കാണുന്നത്. ആന്റണിയും ഞാനും തമ്മിൽ നാടകത്തിലെ ജോലികൾ ചെയ്താൽ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു റൊമാൻറ്റിക് ആണ്. അദ്ദേഹത്തിനെ പോലെ പെയിനെടുത്ത് നാടകങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ വേറെ ആരും ഞാൻ പെട്ടെന്ന് കണ്ടിട്ടില്ല. നാടകരംഗത്തേക്കുള്ള ആദ്യ ചുവടുവയ്പിൽ MK അർജുനന് മാനസിക വിഷമങ്ങൾ സൃഷ്ടിച്ച മഹാനായ നിഷേധി PJ ആന്റണി പിന്നീട് തന്റെ ആത്മമിത്രമായ കഥ ഇങ്ങനെ. ദേഷ്യപ്പെടാന്ന് പറഞ്ഞാൽ അതിന് ഉദാഹരണമാണല്ലോ എൻ്റെ സംഭവം തന്നെ. ഞാൻ പരിചയപ്പെടുന്ന കാലഘട്ടം ഒരു നാടകത്തിന് എന്നെ വായിപ്പിക്കാൻ വേണ്ടി നാടകം കാണിക്കാൻ കൊണ്ടുപോയിക്കണം. പക്ഷെ ഞാനാണ് ഈ ജോലിക്ക് വന്നതെന്നറിയില്ല. ഒരു രൂപത്തിലും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരം ഉണ്ടായി. ഞാൻ അവിടെ നിന്ന് വേദനിച്ചു പോകുന്നു. പക്ഷെ അയാള് ഈ വിവരം അറിഞ്ഞിട്ട് ഞാൻ കിടന്ന് ഉറങ്ങുന്ന സ്ഥലത്ത് വന്ന് എന്നെ പൊക്കിയെടുത്ത് അതൊക്കെ മറന്നു കളാം. ഞാൻ എൻ്റെ സ്വഭാവം അറിയാൻ പാടില്ല, ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ക്രൂരനാണ്, അതുകൊണ്ട് വിഷമിക്കരുത്. ഇങ്ങനെ വളരെ സ്നേഹത്തോടുകൂടി വളരെ സ്നേഹം. അപ്പൊ ഇതെല്ലാം അയാൾ പറയുന്നതൊക്കെ ചീത്ത വിളിച്ചതോ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞതോ ദേഷ്യപ്പെട്ടതോ ഒന്നും ഓർക്കില്ല, ഒക്കെ മറന്നുപോകും. സിനിമ രംഗത്ത് വരാൻ വേണ്ടിയിട്ടും PJ ആന്റണിക്ക് പടം വന്നായിരുന്നു, റാഗിങ് എന്ന് പറഞ്ഞിട്ട്. അത് പറവൂര് ഒരു പ്രൊഡ്യൂസറാണെന്ന് തോന്നുന്നു. ആ പടത്തിന് വേണ്ടിയിട്ട് മനോഹരി എന്ന് പറഞ്ഞൊരു പാട്ട് അങ്ങനെ എഴുതിയായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് കവിത എന്നിട്ട് പറഞ്ഞ്, ഈ കവിത ഞാൻ ഒരു പ്രത്യേക രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. മനോഹരി എന്ന് വിളിച്ചാൽ മനോഹരി അടുത്ത നിൽക്കുന്നതും പോലെ തോന്നണം, ദൂരെ നിൽക്കുന്നതായിട്ടും തോന്നണം. എനിക്ക് കൊഞ്ചി നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് എൻ്റെ അടുത്ത് നാണം കുടുങ്ങിയ ഒരു പെണ്ണാണ് വരേണ്ടത്. ആ നാണം കുടുങ്ങി എന്നുള്ള വാക്കുകൾ കവിതയിലുണ്ട്. മനോഹരി. അപ്പൊ ഈ അരികിൽ വരാൻ നാളമാണെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് പോയി നിൽക്കുന്ന പെണ്ണായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അരികിൽ തന്നെ വരണം. ഈ പെൺകുട്ടിയുടെ അരികെ വരുത്താൻ വേണ്ടി ഞാൻ കുറെ അധികം ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ആ പെൺകുട്ടി അരികെ വന്നത്. പാടി കേൾപ്പിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ തട്ടി പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച വികാരം ആ പാട്ടിൽ കേട്ടിട്ടുണ്ട്, എനിക്ക് വളരെ സന്തോഷം എന്ന് പറഞ്ഞു. മനോഹരി എന്ന് വിളിച്ചാൽ വിളിക്കുന്നത് പോലെയും ദൂരെ നിൽക്കുന്നത് പോലെയും തോന്നണം. പിന്നീട് വരുമ്പോൾ അരികിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മധ്യമത്തിൽ പോകരുത്, മേൽസ്ഥായിലും പോകരുത്. അരികിൽ എന്ന് പറയുമ്പോൾ മന്ത്രസ്ഥായിൽ കിട്ടത്തക്ക രീതി വേണം. അപ്പൊ ഇങ്ങനെ ഇരുന്നിരുന്ന് ഞാൻ പാടി, മനോഹരി മനോഹരി മറഞ്ഞു നിൽക്കുവതെന്തേ, പരിഭവമാണു കോപമാണു അരികിൽ വരുവാൻ നാണമാണോ പല്ലയുടെ അവസാനം. ആ നാണം എന്ന് വന്നപ്പോ നമ്മള് ആ താഴെ തന്നെ കൊണ്ടുപോയിട്ട് നാണം നമുക്ക് കവളത്തിൽ പിടിക്കുന്നവര് നാണമാണെന്നൊക്കെ തോന്നണം. അങ്ങനെയാണ് അവിടെ കൊണ്ടുവന്നത്. ഇത് കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് PJ ആന്റണി ഇരിപ്പുണ്ട്. ഒന്നുകൂടി പാടി ഇങ്ങനെ പാടി 2 പ്രാവശ്യം പല്ലേ പാടി കേൾപ്പിച്ചു. അങ്ങേരത് മനപ്പാടമാക്കി. ആര്? PJ ആന്റണി. അയാൾ പാടി. അയാൾ പാടാനൊക്കെ താല്പര്യമുള്ള ആൾക്കൂട്ടത്തില്ല. എന്നിട്ട് പറഞ്ഞു, എടു താൻ മനോഹരിന്ന് വിളിക്കണമായിരുന്നു, എനിക്ക് പറയാൻ പറ്റില്ല കേട്ടാ, കുഴപ്പമില്ല. അത് ആ പാട്ട് ഇപ്പോഴും ചില കോളേജിലൊക്കെ ഫംഗ്ഷന് ചെന്ന പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ പാട്ട് പാടി തുടങ്ങുമ്പോൾ തന്നെ ക്ലാസ് ഒക്കെ തരും ചിലപ്പോൾ. മനോഹരി മറഞ്ഞു നിൽക്കുവതെന്തേ, പരിഭവമാണോ കോപമാണോ അരികിൽ വരുവാൻ നാണമാണോ, മനോഹരി മനോഹരി മറഞ്ഞു നിൽക്കുവതെന്തേ,
വൈഭവമാണോ ഓ യശശരീരനായ സംഗീത സംവിധായകൻ MK അർജുനൻ പങ്കുവച്ച ഓർമ്മകളാണ് നിങ്ങൾ ഇന്നലെയും ഇന്നുമായി കേട്ടത്. നിർവഹണം KV ശരത്ചന്ദ്രൻ. ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.